ഹായ് ദൃശ്യം 3 തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് 3-ാം ദിവസം. 2 ദിവസവും സിനിമ തിയേറ്ററുകളിൽ വേറെ ലെവൽ കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ബുക്ക് മൈ ഷോ ബുക്കിംഗിൽ തകർക്കുകയാണ്, റെക്കോർഡുകൾ വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഫസ്റ്റ് 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ സിനിമ അത് ദൃശ്യം 3 ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾക്കറിയാം. മുൻപിലുണ്ടായിരുന്ന തുടരും എന്ന സിനിമയേക്കാൾ ഏകദേശം 1.5 ലക്ഷത്തോളം ടിക്കറ്റുകൾ കൂടുതൽ വിറ്റാണ് റെക്കോർഡ് ദൃശ്യം 3 സ്വന്തമാക്കിയത്. 2-ാം ദിവസമായിട്ടുള്ള ഇന്നലെയും റെക്കോർഡ് ദൃശ്യം 3 തിരുത്തി കുറിച്ചു. ഇന്നലെ മാത്രം വിറ്റത് 4,26,410 ടിക്കറ്റാണ്. അതും റെക്കോർഡാണ്. അതായത് ആദ്യ ദിവസവും ദൃശ്യം 3 ആണ് ബുക്ക് മൈ ഷോയുടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റത്. 2-ാം ദിവസവും ദൃശ്യം 3 തന്നെയാണ്. അതായത് വമ്പൻ കളക്ഷനാണ് ദൃശ്യം 3 നേടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ, അതായത് ഞാൻ നോക്കിയത് 6 മണിക്കാണ്, അപ്പോൾ തന്നെ ട്രെൻഡിങ്ങിലേക്ക് സിനിമ വന്നിരിക്കുന്നു. മണിക്കൂറിൽ 1,500ഓളം ടിക്കറ്റുകൾ രാവിലെ 6 മണിക്ക് തന്നെ വിറ്റുപോകുന്നുണ്ട്. ഇപ്പോൾ അതായത് സമയം 8 മണിയോട് അടുക്കുന്നു. ഇപ്പോൾ വിൽക്കുന്നത് 4,000ഓളം ടിക്കറ്റുകളാണ്. ഒന്ന് ഉറപ്പിച്ചോളൂ, 10 മണി കഴിയുമ്പോഴേക്കും സിനിമ 20,000 എത്തിയിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് സിനിമ 43,50,00,000 നേടിയ എന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. ഒഫീഷ്യൽ കണക്ക് 50,35,00,000 തീർച്ചയായും നമുക്ക് ട്രാക്കേഴ്സിന്റെ കൂടെ നിൽക്കാം. ട്രാക്കേഴ്സ് പറയുന്നത് ശരിയാണ് എന്നുള്ള തരത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. സാധാരണ അങ്ങനെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ട്രാക്കേഴ്സിന്റെ കണക്ക് 43,50,00,000. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് 35 കോടിക്ക് മുകളിൽ പ്രീസെയിൽ വന്ന സിനിമ 43,50,00,000 എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കണക്കാണ്. അത് എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. എന്നാലും ട്രാക്കേഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് നിൽക്കാം. ഇപ്പോൾ സിനിമയുടെ 2 ദിവസത്തെ ട്രാക്കേഴ്സ് കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സാക് നിൽക്കിന്റെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടുള്ള കണക്കാവില്ല എന്നുള്ളത് തന്നെയാണ്. അവർ വൈകുന്നേരത്തോടു കൂടി അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതായത് പല കണക്കുകളും കിട്ടാറില്ല രാവിലെ. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള കണക്കറിയൂ. ഇപ്പോൾ രാവിലെ സാക് നിൽക്ക് പറയുന്നത് ദൃശ്യം 3 2 ദിവസം കൊണ്ട് 76,18,00,000 നേടി എന്നുള്ളതാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 31,18,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 45 കോടിയും ദൃശ്യം 3 നേടി. അങ്ങനെ 76,18,00,000 നേടി എന്നാണ് സാക് നിൽക്ക് പറയുന്നത്. തീർച്ചയായും 76,18,00,000 എന്നുള്ളത് വലിയൊരു കളക്ഷനാണ്. മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കളക്ഷനാണ്. 2-ാം ദിവസവും എമ്പുരാന് തൊട്ടു താഴെ 2-ാം സ്ഥാനത്താണ് ദൃശ്യം 3യുടെ സ്ഥാനം. മറ്റൊരു മലയാള സിനിമയ്ക്കും 2-ാം ദിവസം ഈ ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. 1-ാം ദിവസവും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ദൃശ്യം 3 2-ാം ദിവസം നേടിയെടുത്ത കളക്ഷൻ എമ്പുരാൻ ഒഴിച്ച് മറ്റൊരു മലയാള സിനിമയ്ക്കും 1-ാം ദിവസമോ 2-ാം ദിവസമോ അതിന്റെ ഏതെങ്കിലും ഒരു ദിവസമോ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൃശ്യം 3യുടെ വലിപ്പം എന്താണ് എന്ന്. ഇവിടെ മലയാളത്തിന്റെ വലിയ താരമായിട്ടുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫൈനൽ കളക്ഷൻ, അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയുടെ എല്ലാ റെക്കോർഡുകളും ഈ പറയുന്ന ദൃശ്യം 3 വെറും 2 ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. 76,18,00,000 രൂപ 2 ദിവസം കൊണ്ട് നേടിയെടുത്ത സിനിമ അതിന്റെ പ്രീസെയിൽ, അതായത് ഇന്നത്തെ പ്രീസെയിൽ ഉൾപ്പെടെ കൂട്ടുമ്പോൾ മമ്മൂട്ടിയുടെ സകല റെക്കോർഡും ദൃശ്യം 3 വെറും 2 ദിവസം കൊണ്ട് മറികടന്നു എന്നുള്ളതും എടുത്തു പറയുന്നു. ഇടയ്ക്ക് ബുക്ക് മൈ ഷോയിൽ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന 17,500 മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഇടയ്ക്ക് വെച്ച് പെട്ടെന്നുണ്ടായ സംഭവമാണ്. അപ്പോൾ തന്നെ പല ആൾക്കാരും അതെടുത്ത് വെച്ച് ദൃശ്യം 3 താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ തുടങ്ങി. പല പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഈ 17,500 എന്നുള്ളത് മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയാണ്, അതൊരു മോശം ടിക്കറ്റ് വിൽപ്പനയല്ല. അപ്പോൾ ഇത് മോശമാണ് എന്ന് പറഞ്ഞ് പല ആൾക്കാരും ദൃശ്യം 3യെ ട്രോളാൻ തുടങ്ങി. ഈ ട്രോളിയ ആൾക്കാർ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ചിന്തിക്കേണ്ട കാര്യം, അവരുടെ നായകനായിട്ടുള്ള മെഗാസ്റ്റാറിന്റെ ഒരു സിനിമയ്ക്ക് പോലും ഇതുവരെ 15,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് 15Kക്ക് മുകളിലുള്ള ടിക്കറ്റുകൾ അവരുടെ നായകന് ഇതുവരെ വിൽക്കാൻ സാധിച്ചിട്ടില്ല ഒരു സമയത്തും. അപ്പോഴാണ് ദൃശ്യം 3ക്ക് ഒരു സമയത്ത് 17,500 എന്ന് പറഞ്ഞ് കളിയാക്കാൻ നിൽക്കുന്നത്. പക്ഷേ നിമിഷ നേരം കൊണ്ട് തന്നെ അത് 20,000 മാറി, 29,000 മാറി. പിന്നീട് ഒരക്ഷരവുമില്ല. ഇവര് ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ നോക്കി നിൽപ്പാണ്. എപ്പോഴാണ് കളക്ഷൻ ഇടിയുന്നത് എന്നും നോക്കി നിൽപ്പാണ്. എന്തായാലും ദൃശ്യം 3 തരംഗമായിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 ദിവസം കൊണ്ട് സിനിമ നേടിയ കളക്ഷൻ 76,18,00,000 എന്നാണ് സാക് നിൽക്ക് പറയുന്നത്. അതിൽ 20 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയെടുത്തത് എന്നും പറയുന്നു. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഇനിയുള്ള ബോക്സ് ഓഫീസ് കണക്കിനായിട്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.